എല്ലാവരും മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. ഒരു സാറേ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നത് ഞാനപ്പോ പറയണ്ടേ, എനിക്കിതെല്ലാം കൂടി കേട്ടിട്ട് തലക്ക് പ്രാന്തി പിടിച്ച് നിൽക്കുക. അത് ശരി സാറേ, ആലോചിച്ചിട്ട് ഒരു പിടിയില്ല. ഇതിപ്പോ എത്ര രൂപയുടെയാണ്? ഇതിപ്പോ 4500 × 15 അങ്ങനെ 67,500 രൂപ വരും. അല്ല സാറേ, ഈ 4500 സ്റ്റാമ്പൊക്കെ നമ്മൾ ഏടെ കൊണ്ടിട്ട് വെക്കുക? എവിടെ കൊണ്ടുപോയാലും ഈ സ്റ്റാമ്പ് മുഴുവൻ നമ്മൾ വിറ്റ് തീർത്തേ പറ്റും. എന്റെ സാറേ, പഴയ കാലം നല്ലത്. അത് നോക്ക്, ഈ അക്ഷയം ഓൺലൈനൊക്കെ വന്ന കാരണം ഒരു പരിപാടി നമ്മുടെ ഇവിടെ നടക്കില്ല. ഒക്കെ ആൾക്കാർ അങ്ങടാ പോണത്. പഴയ കാലത്താണെങ്കിൽ നോക്ക്, ഈ 4500 രൂപ അപ്പുറം നമുക്ക് കടന്നു ഒരു 100 പേരെങ്കിലും ഇവിടെ വന്ന് കേറില്ലേ? ആരാണ് വരുന്നത്? സാറേ, ഒരു 5 എണ്ണം ഞാൻ മേടിക്കാം. ആ, അതാകുമ്പോ അവളുടെ ഭർത്താവിന് തന്നെ കൊടുത്താൽ മതി, ശ്രീകുമാറിനെ. അവൻ മേടിച്ചോളൂ 5 എണ്ണം. അപ്പൊ ബാക്കി 4495 നമ്മളെല്ലാവരും കൂടി വിൽക്കണം പറയണേ. പിന്നല്ലാതെ മുഴുവൻ എനിക്ക് മേടിക്കാൻ പറ്റുമോ? സാറേ, ഞാനൊരു ഐഡിയ പറയട്ടെ. നമുക്കിത് അക്ഷയ കൊണ്ടിട്ട് കച്ചവടാക്കിയാലോ? നമ്മളെ ഓഫീസിൽ ഈ സർട്ടിഫിക്കറ്റിനും പോക്കുവരവിനും വരുന്ന ഒരുപാട് ആൾക്കാർ അവിടെ വരുമല്ലോ. ഓർക്കൊക്കെ ഒരു 20 എണ്ണം തോതിലായിട്ട് കൊടുക്കാന്ന്. അക്ഷയൊന്നും ശരിയാവില്ല, അതൊന്നും വേണ്ട. സാറേ, ഇതാ നോക്ക്, നമ്മളിപ്പോ സാറ് പറഞ്ഞമാതിരി അവിടെ ഒരു കസേര ഇട്ടിട്ടേ ഓരോരുത്തരും മാറി മാറി അങ്ങോട്ട് ഇരിക്കുക. സാധനം ചെലവാകും. മാറി മാറി ഇരിക്കണമെന്നില്ല, ഞാൻ കുത്തിരുന്നോളൂ, ഞാൻ കച്ചവടാക്കി തരാം. അയ്യോ വേണ്ട. അതെ സാറേ, ഇത് ഐഡിയ കേട്ടോ. ഈ മൊയ്തു സാറിന്റെ വീട് അക്ഷയുടെ തൊട്ടടുത്താ. അപ്പൊ ഓഫീസിൽ വരികയും വേണ്ട, വീട്ടിലിരിക്കുകയും ചെയ്യാം. അത് ശരിയാണ്. അല്ലല്ല, അല്ലാണെ നേര് ഞാൻ ആത്മാർത്ഥോണ്ട് പറഞ്ഞു. അയ്യോ, അതെ, ഈ സ്റ്റാമ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ അള്ളാനെ വിളിക്കുന്നത്. ഇത് വേറൊരു കാര്യം ഞാൻ പറയട്ടെ സാറേ. അല്ല, എന്തായാലും ആ ആത്മാർത്ഥത വേണ്ട. വേണ്ട. എന്റെ സാറ് ഈ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെങ്കിലും ഒക്കെ വന്ന് കേറും. രാശേ, ഞാൻ ഓഫീസിലെത്താനായി എത്തി. ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കടാ കേട്ടോ. നീ ഇപ്പൊ സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് പറ്റണം. സാറന്മാർക്ക് ഒന്ന് കാണണം. ആയിക്കോട്ടെ. വരൂ, നിങ്ങൾ തന്നെ വരൂ. ആ, എന്താ കാര്യം? ഒരു അത്യാവശ്യ കാര്യം ആണോ? എന്ത് അത്യാവശ്യം ആണെങ്കിലും ചെയ്തു തരാം കേട്ടാ. ഓ സാറേ, അങ്ങോട്ട് പോയാൽ മതി. വന്നോ. എന്താ ആവശ്യം പറഞ്ഞോളൂ. എന്താവശ്യമെങ്കിലും പറഞ്ഞോളൂ. ഒരുപാട് സന്തോഷമായി സാറേ. ഒരുപാട് ഓഫീസ് കയറി ചെല്ലുന്ന ഒരാളാണ് ഞാൻ. ഇങ്ങനൊരു സമീപനം ജീവിതത്തിൽ കിട്ടിയില്ല സാറേ. ഇതെന്ത് ഓഫീസാണ്? എന്ത് ഓഫീസിലേക്കാണ് നിങ്ങൾ വന്നത്? എനിക്ക് എല്ലാ ഓഫീസും ഒരുപോലെയാണ് സാറേ. എന്താ ഇപ്പൊ നിങ്ങൾ ആവശ്യം പറയും. നാളെയാണ്. ആരാണ് ഭാഗ്യവാൻ ആർക്കും പറയാൻ പറ്റില്ല. ഒരു ടിക്കറ്റ് എടുക്കും, 60 ലക്ഷം രൂപ, 40 രൂപ മാത്രം. നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ ഒരു ഉണ്ണി. ഉണ്ണിയേട്ടോ. ഓ, ഞങ്ങൾ ഇതേ മാരത്തെ ഒരു ടിക്കറ്റ് വിൽക്കാനാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ലോട്ടറി എല്ലാം സ്റ്റാമ്പ് ആണെന്ന് മാത്രമല്ലോ. ഹലോ സാറിന് വേണം. ഇതൊരു ഓഫീസാണ് അല്ലേ? ഇവിടെ കച്ചവടം വേണ്ട, പുറത്തു പോട്ടെ. ഭാഗ്യദേവനാണ്. നിങ്ങളോട് പോകാൻ പറഞ്ഞോ? ഉണ്ണിയേട്ടോ, പോയിക്കോളി. കടപ്പുറത്തേക്കാണ് അവൻ പോയി അടിക്കണത്. ഹലോ, ആ സാറേ പറയൂ. അയ്യോ സാറേ, 1 മണിക്കൂറിൻ്റെ ഉള്ളിലോ? ഞാൻ ട്രൈ ചെയ്യാം സാർ. ശരി, ഓക്കെ. അതേ, ഒരു വലിയ വിഷയമുണ്ട്. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നിയമസഭയിൽ ചോദ്യോത്തരവേള നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വില്ലേജിന്റെ പരിധിയിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളുള്ള വിധവകളുടെ എണ്ണം എത്രയാന്നുള്ളത് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കൊടുക്കണം. അങ്ങനെയാണിത്. ആ കലക്ടറേറ്റിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട്, അത് ചെക്ക് ചെയ്യും. എവിടെ ചെക്ക് ചെയ്യാൻ? എന്റെ കമ്പ്യൂട്ടർ നന്നാക്കി കൊണ്ടുവന്നില്ലല്ലോ. നന്നായി, അതിലേറെ നന്നായി. സാറേ, ഒരു 5 ആളെ പേര് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ടൊക്കെ എന്താ കാര്യം പോയി സാറേ? സാറ് പിന്നെ ഈ 1 മണിക്കൂറിനുള്ളിൽ എവിടുന്ന് കണക്കുണ്ടാക്കണത്? എങ്ങനെ ആയാലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഉണ്ടാക്കിയിരിക്കണം എന്ന് പറഞ്ഞ സാറേ, 1 മണിക്കൂർ കൊണ്ടൊന്നും ഇപ്പൊ ഈ ഫയലൊന്നും പരിശോധിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതെ, എന്തായാലും എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ആലോചിച്ചോ. എന്ത് ചെയ്യുന്നത്? ഇത് നിങ്ങൾ എത്ര പൈസ കൊടുത്ത്? 12. എന്താണ് 12? എവിടെ കണക്കട്ടി? എന്ത് കണക്ക്? വിധവകളുടെ എണ്ണം. അതിനെ 12 അടിച്ചോ 12. നിങ്ങൾ പേനന്റെ പൈസ അല്ലേ പറഞ്ഞു? പണ്ടാറങ്ങില്ല കേട്ടോ, അത് കൊടുത്തിട്ട് അത് കണക്കാക്കി ശരിയാകട്ടെ. അല്ലാണ്ട് എന്താണ് ഇതിപ്പോ കൂടി കുറഞ്ഞു? ആരും അന്വേഷിക്കണം ഇവിടെ? സാറ് തെറ്റിപ്പോയി.
ഞാൻ 12 ടൈപ്പ് ചെയ്തപ്പോ കീബോർഡ് തെറ്റി 17 ആയിപ്പോയി. അയ്യോ എന്റെ മണ്ടു മാഡം, ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ? അതാ കുഴപ്പമില്ല സാറേ, കറക്റ്റാണ് ഇപ്പോ കറക്റ്റാണ്. ശരിക്കും 17 ഞാൻ തെറ്റിട്ട് പറഞ്ഞാണ് 12. ആണോ? ഇതിപ്പോ വൈദ്യം കൽപ്പിച്ചു രോഗി ഇച്ഛിച്ച ഒക്കെ 17 തന്നെ. അല്ല എന്നാ പിന്നെ അങ്ങനെ പോട്ടെ. പോയി പോയല്ലോ അല്ലേ? പോയി. എന്നാ മാറിക്കോളൂ. ഇതിന് 5 രൂപ കൂടുതലാന്ന് വിചാരിച്ചാൽ മതി നിങ്ങൾ. അത്ര ഉള്ളു മിണ്ടാറ്റി. അപ്പൊ എന്തായാലും നിയമസഭയിലെ ചോദ്യോത്തരവേളക്കുള്ള സംഗതി കൊടുത്തു, അത് കൊടുത്തു. അയ്യോ അതെ, ഇതിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം നിങ്ങൾ ഉണ്ടാക്കും. അതിന്റെ തീരുമാനം ഇതേപോലെ എങ്ങനെയെങ്കിലൊക്കെ നടക്കും സാറേ. 4500 എന്താ ചെയ്യാ നമ്മള്? സാറേ ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. ഓ നിങ്ങൾ കേൾക്കുമെന്ന് എനിക്കറിയില്ല, പറയൂ. എന്നാലും പറയാ. അതെ, നമ്മുടെ മന്മോഹൻ സാറില്ലേ, ഫൈനാൻസ് നടത്തണം മന്മോഹൻ സാറ്, ആ ആളുടെ അടുത്തൊന്ന് വെറുതെ പറഞ്ഞാൽ മതി, ഒരു 1000 അയാൾ അപ്പം തന്നെ എടുക്കും. അതേപോലത്തെ ഒരു 4 ആളെ കണ്ടെത്തിയാൽ മതി, പരിപാടി കഴിഞ്ഞു പോയി. സാറേ അത് നല്ല ഐഡിയ കേട്ടോ. അതൊന്നും ശരിയാവില്ല. നീ കണ്ടില്ലേ, ശരിയാവില്ല. മാത്രല്ല ഈ മന്മഥൻ എന്ന് പറയുന്ന കക്ഷി അയാളുടെ ഒരു 1.5 ഏക്കർ നിലം അത് നഗത്തണം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വില്ലേജ് ഓഫീസിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയും. അഥവാ സാറ് ഈ സ്റ്റാമ്പ് മന്മഥന് കൊടുക്കാൻ തീരുമാനിച്ചാല് അയാളോട് പറയാ എനിക്കൊരു കമ്പ്യൂട്ടർ മേടിച്ചു തരാൻ. അല്ലാതെ സർക്കാരിനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. രാവിലെ തൊട്ട് ഞാൻ ഇവിടെ ഒന്ന് വെറുതെ ഇരിക്കുക തന്നെ. ഈ കമ്പ്യൂട്ടറൊക്കെ എന്നാ ഉണ്ടായത് എൻ്റെ പണ്ട് പോകും. ഫയൽ നോക്കിയിട്ട് പണിയെടുക്കുക, അതാണ് ശാശ്വതമാവുള്ളൂ അല്ലേ സാറേ? ഈ പോക്കുവരത്ത് നടത്താൻ വേണ്ടിയിട്ടേ പറഞ്ഞോളൂ. മാഡം ഞാനൊരു 10-13 സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ടേ. അപ്പൊ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അതിന്റെ എഴുത്ത്, രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ. അപ്പൊ പോക്കുവരവ് ചെയ്യാൻ പറഞ്ഞപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് അൺലോഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അൺലോഡല്ല, അപ്ലോഡ്. അത് തന്നെ, അപ്പൊ ഇവിടെ വില്ലേജ് ഓഫീസിൽ അന്വേഷിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്ലോഡ് ചെയ്ത് നോക്കണമെങ്കിൽ കമ്പ്യൂട്ടറുള്ള സാറിനോട് ചോദിക്കേണ്ടി വരും. സാറാണോ? സാറേ അതെ, അത് ചെയ്തു തരാം. അപ്പൊ ഒരു 300 റുപ്യ ഉണ്ടാവും കയ്യില്? 300 രൂപ തരാം. 300 രൂപ ഫീസാണല്ലേ? ഫീസല്ല ഇത്. പിന്നെ ഞാൻ പറയാം, പൈസ കുഴപ്പമില്ല, നമുക്ക് കാര്യം നടന്നാൽ മതി. ഇതേട്ടാ, ഇതാണോ പോക്കുവരവ്? ഇത് പോക്കുവരവല്ല, ഇത് ശിശുദിന സ്റ്റാമ്പാണ്. അപ്പൊ ഇതൊരു 20 തരാം. അല്ല, എനിക്കെന്തിനാണ് ശിശുദിനത്തിന്റെ സ്റ്റാമ്പ്? കുട്ടികൾക്ക് കൊടുക്കാലോ. മറ്റേ നാക്കിലൊട്ടിക്കുമ്പോ മൂടാണതാണോ? അതൊന്നുമില്ല, ഇത് വെറുതെ പുസ്തകത്തിലെ കുട്ടികൾ കളിക്കാൻ വേണ്ടിട്ട്.